നമസ്കാരം. കത്തിക്കരിഞ്ഞു 3 രാജ്യങ്ങൾ. ഇറാനിൽ നിന്നും കത്തിപ്പടർന്ന് യുദ്ധം. സത്യത്തിൽ ആ വാചകം കൂടുതൽ പ്രസക്തമാണ്. കത്തിപ്പടർന്ന് യുദ്ധം. ഇറാന്റെ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അത് ആക്രമിക്കപ്പെട്ടതോടുകൂടി തന്നെ എണ്ണവില കുതിച്ചുയരുന്നു. 5% വർദ്ധിച്ച് ബാരലിന് $108 മുകളിലേക്ക് എത്തുന്നു. സൗദിയിലെയും UAE-യിലെയും ഖത്തറിലെയും ഊർജ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ 3000 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ആഗോള വിപണിയുടെ നട്ടലൊടിച്ചുകൊണ്ട് ഇറാന്റെ സാമ്പത്തിക യുദ്ധം തകർത്ത് തരിപ്പണമാക്കുന്നു. കത്തിപ്പടരുന്ന യുദ്ധം. ഇറാന്റെ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ എണ്ണവില റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു വരുന്നു. ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിച്ച് ബാരലിന് $108 മുകളിലേക്ക് എത്തുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഈ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇറാഖ് സിഹാൻ തുറമുഖം വഴി എണ്ണ കയറ്റുമതി പുനരാരംഭിച്ചത് നേരിയ ആശ്വാസം നൽകിയെങ്കിലും ഇറാന്റെ പുതിയ ഭീഷണി എന്ന് പറയപ്പെടുന്നത് വിപണിയെ ആകെ വീണ്ടും ഭീതിയിലാക്കിയിരിക്കുകയാണ്. എണ്ണവില വർദ്ധിച്ചതോടെ അമേരിക്കൻ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ നാവികസേനയുടെ നിയന്ത്രണത്തിലായതോടെ എണ്ണക്കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഏതാണ്ട് 3000-ഓളം കപ്പലുകൾ, 20,000-ഓളം നാവികരും ഒക്കെ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ലോകരാജ്യങ്ങളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാൻ പൂർണ്ണതോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ വാതക പ്ലാന്റിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിന് മറുപടിയായിട്ട് സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ആഗോള വിപണികളെ അടക്കം ഉലച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ കേന്ദ്രങ്ങൾ തങ്ങളുടെ നേരിട്ടുള്ള ലക്ഷ്യങ്ങളാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടുകൂടിയാണ് ആഗോള എണ്ണ വിപണിയിൽ 5% കുതിച്ചുചാട്ടം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില എന്ന് പറയപ്പെടുന്ന ബാരലിന് $108 മുകളിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ യുദ്ധം. ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുള്ള വധങ്ങൾ മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രിയായിട്ടുള്ള ഇസ്മായിൽ ഖത്തീബ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സുരക്ഷാ തലവൻ അലി ലാരിജാനിയും കമാൻഡർ ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊലപാതകം കൂടി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം രാജ്യത്തെ നയിച്ചിരുന്ന നിർണായക ശക്തിയായിരുന്നു ലാരിജാനി. ഇറാൻ ഭരണകൂടത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ യുദ്ധ സാഹചര്യം ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ നാവികസേനയുടെ കർശന നിയന്ത്രണത്തിലായതോടെ കപ്പൽ ഗതാഗതമടക്കം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്നു. സിംഗപ്പൂർ കടലിടുക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ 100 കണക്കിന് എണ്ണക്കപ്പലുകൾ മാസങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ഏതാണ്ട് 3000-ഓളം കപ്പലുകളെയും 20,000-ഓളം നാവികരെയും ഈ ഗതാഗത സ്തംഭനം നേരിട്ട് ബാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇറാഖ് സിഹാൻ തുറമുഖം വഴി എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നത് വിപണിയിൽ ചെറിയ ആശ്വാസം നൽകിയെങ്കിലും ഇറാന്റെ പുതിയ ഭീഷണി എന്ന് പറയപ്പെടുന്ന ആഗോള ഓഹരി വിപണികളെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിരിക്കുന്നു. ഗൾഫ് മേഖലയിൽ നിന്ന് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഒഴുക്ക് നിലയ്ക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള വിപണികളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് മാറി ലോകത്തെ യാഗ ബാധിക്കുന്ന സാമ്പത്തിക ദുരന്തമായി മാറുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. വരും മണിക്കൂറുകളിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്ന ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികരായ ദമ്പതികൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ടെല്ലവീവിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിന് മുകളിൽ മിസൈൽ പതിച്ച് യാരോൺ മേഷെ, ഇലാനെ മേഷെ എന്നിവർ കൊല്ലപ്പെട്ടത് വല്ലാതെ വേദന ഉളവാക്കി എന്നാണ് പറയപ്പെടുന്നത്. ആക്രമണം ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള മുറിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ ദുരന്തത്തിന് ഇരയായത് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം വരികയാണ്. അപ്പോൾ ഈ ദുരന്തം കൂടി ഇസ്രായേൽ ഒന്നടങ്കം അനുശോചനം രേഖപ്പെടുത്തി, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ജനത ഒന്നടങ്കം അനുശോചനം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു.
ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിന് പിന്നിൽ നെതന്യാഹു ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇതോടെ ഇസ്രായേൽ മിസൈൽ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 14 ഉയർന്നിരിക്കുന്നു. ഇറാനിലും ലബനിലും തുടർച്ചയായിട്ട് ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് ദാരുണമായിട്ടുള്ള ഈ സംഭവങ്ങളടക്കം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് ദമ്പതികൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന് മുകളിൽ നേരിട്ട് പതിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ സൈറൺ മുഴങ്ങിയപ്പോൾ കെട്ടിടത്തിനുള്ളിലെ സുരക്ഷിത മുറിയിലേക്ക് അഭയം തേടി ഓടുന്നതിനിടെയാണ് യാരോൺ മോഷയും ഭാര്യ ഇലാനയും മരണത്തിന് കീഴടങ്ങിയത്. ഈ ഒരു മരണം വ്യക്തമാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളും സുരക്ഷിതരല്ല എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തുവാൻ ഇറാന് ശേഷി കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതു നിമിഷവും കൊല്ലപ്പെടുകയും അവരെ കൊല്ലുകയും ചെയ്യുക എന്നുള്ളത് ലക്ഷ്യമായി തീർന്നിരിക്കുകയാണ് ഇറാന്റെ. ഇസ്രായേലിലെ സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുന്ന ഒരു സംഭവത്തിലേക്കാണ് ഈ ദമ്പതിമാരുടെ കൊലപാതകം ചെന്നെത്തി നിൽക്കുന്നത്. ഇറാനിലെയും ലെബനിലെയും വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ബോംബാക്രമണം തുടരുന്നതിനിടെയാണ് ഇറാൻ തിരിച്ചടിയായിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ട് 3 രാജ്യങ്ങളെ കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഖത്തർ ആണെങ്കിലും UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഇവരെ 3 പേരെയും തീർക്കുക എന്നുള്ളത് ഇറാന്റെ കൂടി ലക്ഷ്യമായി തീർന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇറാൻ ഇവർക്ക് നേരെ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിനെയും അമേരിക്കയും തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അവരുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും ആക്രമിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും ഇറാന്റെ ഈ ആക്രമണത്തിനെതിരെ ഇപ്പോൾ ഒന്നിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ അവരുടെ വാദങ്ങളും ഈ യുദ്ധം ആവശ്യമായിരുന്നോ അനാവശ്യമായിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അനാവശ്യമാണ് എന്ന് പറയപ്പെടുന്ന തലത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ ഒറ്റപ്പെടാൻ പോകുന്നത് ഇസ്രായേലും ഒപ്പം അമേരിക്കയും ട്രംപും മാത്രമായിരിക്കും. ട്രംപിനെ തള്ളിക്കളയുന്ന ഒരു വിഭാഗം ജനത അമേരിക്കയിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇസ്രായേലിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും തള്ളിക്കളയുന്ന വലിയൊരു ജനത ഇസ്രായേലിലുമുണ്ട്. 3 രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ താണ്ഡവമാടുമ്പോൾ കത്തിക്കരിഞ്ഞ് ചാമ്പലാവുകയാണ് ആ 3 ഗൾഫ് രാജ്യങ്ങളും. ഇറാനിൽ നിന്നും കത്തിപ്പടരുന്ന യുദ്ധമായി മാറുകയാണിത്. ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും ട്രംപിനെയും അമേരിക്കയെയും തകർക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ മുന്നിലെ ഇനിയുള്ള ലക്ഷ്യങ്ങൾ.